ഹലോ, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ അല്ലേ? അത് തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ മലയാളം കേട്ടാ മനസ്സിലാവൂലേ? സാറേ, എന്റെ ഭർത്താവ് മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോയിട്ട് 3 ദിവസമായി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇതുവരെ വന്നില്ല. ഞാനിനി എന്ത് ചെയ്യും സാറേ? ഓഹോ, 3 ദിവസമായിട്ട് ഇതുവരെ വന്നിട്ടില്ല അല്ലേ? എന്നാ നിങ്ങളൊരു പണി ചെയ്യും, വല്ല പച്ചക്കറിയും വാങ്ങി കറി വെക്കേ. മീൻ ഏതായാലും ഇപ്പൊ ചീഞ്ഞു പോയിട്ടുണ്ടാവും. കാലത്തിന്റെ ഒരു പോക്കെ. കറി വെക്കുന്ന കാര്യവും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാ ചോദിക്കണത്. എന്താ ഒരു ചിരിയും കളിയൊക്കെ? ഒന്നും പറയണ്ട സാർ. ഈ പ്രഭാകരന്റെ ഓരോ മണ്ടത്തരങ്ങൾ എഴുതി തിരിച്ചു പോയതാ. ചന്ദ്രനോടെ പോയി? ചന്ദ്രൻ സാർ മറൈൻ ഡ്രൈവ് വരെ പോയതാണ് സാർ. കായലിൽ ഒരു അജ്ഞാത ജഡം ഒഴുകി നടക്കുന്നു ഫോൺ ഉണ്ടായിരുന്നു. ആ, സെന്റ് പീറ്റേഴ്സ് ബാങ്ക് മോഷണ കേസിലെ പ്രതിയെ ഇന്നലെ ഹാജരാക്കേണ്ടത്. അതെ സാർ. പ്രഭാകരനും നമ്മളെ മറ്റേ അൽഫോൺസും കൂടെ കൊണ്ടുപോകും. പിന്നെ എന്താണ് തന്റെ മോടെ കല്യാണക്കാര്യം? എന്താ തന്റെ മുഖത്തൊരു വാട്ടം? അത് നടക്കൂല സാറേ. അവര് ചോദിക്കുന്നത് കൂടുതലാണ് സാർ. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ എങ്ങനെ കൂട്ടിയാലും കൂടൂല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആരിഫാടെ നിക്കാഹ് നടക്കണ്ടേ? 2 ലക്ഷം 25 പവനാണ് സാർ അവര് ചോദിക്കുന്നത്. 2 ലക്ഷം എങ്ങനെങ്കിലും ഒപ്പിക്കാം. ബാക്കിക്ക് ഞാൻ എവിടെ പോവും? ആ, ഒരുപാട് ആഗ്രഹിച്ചതാ. പടച്ചോന്റെ ഓരോ കളിയല്ലേ, നടക്കുമ്പോലൊക്കെ നടക്കട്ടെ. വെറുതെ നിരാശപ്പെടാതെ ഭായി. താനിപ്പോ പറഞ്ഞില്ലേ പടച്ചോനെന്ന്. ആ പടച്ചോനൊരു വഴി കാണിച്ചു തരാൻ ഇരിക്കില്ല. താൻ കാര്യങ്ങൾ നീക്ക്. തന്റെ നെഞ്ചിലെ നീട്ടിൽ എനിക്ക് മനസ്സിലാവും. എനിക്കുണ്ടൊരു അനിയത്തി. ഒക്കെ ശരിയാക്കാം നമുക്ക്. ചാർച്ചെന്നും റേഡെന്നും ഒക്കെ പറഞ്ഞ് കാക്കിയിട്ട ഒരു നായിന്റെ മോനും ഇന്നോളും എന്റെ പടി ചവിട്ടിയിട്ടില്ല. മാസപ്പടി വാങ്ങാനല്ലാതെ ഒരുത്തനും മുന്നിലും വന്നിട്ടില്ല. എന്നിട്ടും താൻ കസേരയിലിരിക്കുമ്പോൾ ആ നായിന്റെ മോൻ വന്ന് കുളം തോണ്ടി. അതും തന്റെ അറിവോടെ ആയിരുന്നോടോ? എടോ, താൻ എന്ത് വർത്തമാനമാണോ ഈ പറയുന്നേ? ഞാൻ പോലും അറിയാതെയാ ലീവ് പോയ കമ്മീഷണർ വന്ന് അവന് നിർദ്ദേശം കൊടുത്തത്. എന്റെ ചങ്കിലാവൻ കുട്ടിയത്. പിടിച്ചെടുത്ത രേഖകളൊക്കെ അവൻ കോടതിയിൽ ഹാജരാക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. ഉള്ള സമ്പാദ്യം മുഴുവൻ വിറ്റുകൊടുത്താലും ജയിലിൽ നിന്ന് ഇറങ്ങാനും പറ്റുകയില്ല. സർക്കാർ 5 വർഷം കൊണ്ട് കൊടുക്കുന്ന ശമ്പളത്തിന്റെ 10 ഇരട്ടിയാ 1 വർഷം കൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൊടുക്കുന്നത്. താനൊക്കെ കസേരയിൽ ഇരിക്കുന്നതും എന്റെ കാശുണ്ടാണെന്ന് മറക്കണ്ട. ആവശ്യ സമയത്ത് തന്നെ ചതിച്ചാൽ ഒരുത്തനെ വെറുതെ വിടില്ല. താൻ ഇതെന്ത് ഭാവിച്ച? ആര് കൂടെ നിന്നില്ലെന്നാണ്? ഡിപ്പാർട്ട്മെന്റിലെ ബ്ലഡി ഇടിയറ്റും മാർട്ടിൻ അവന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ പെട്ട പാടോർത്താൽ ദൈവം തമ്പുരാൻ താഴെ ഇറങ്ങി വരും. ഇനി വൈകിക്കൂടാ ദേവദാസേ, പരിഹാരം ഉണ്ടാക്കണം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവനിനി ജീവനോടെ ഈ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല. അവൻ ഒറ്റൊരുത്തന ഈ പ്രശ്നം ഇത്ര വഷളാക്കിയത്. അമ്മയുടെ ഒരു പത്രസമ്മേളനം. ഒരു പൊടിച്ചിപ്പട്ടിയെ പോലെ കാല് പിടിച്ച് കരഞ്ഞാലും ശരി, ശ്വാസം വിടാനുള്ള സമയം പോലും ഇനി അവന് കൊടുക്കരുത്. ഇനി അവൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നമ്മുടെ ഔദാര്യം കൊണ്ട് മാത്രമായിരിക്കണം. മാർട്ടിന്റെ കാര്യം എനിക്ക് വിട്. എടോ ബാലകൃഷ്ണ, താൻ ഓർക്കുന്നില്ലേ അവനെ? ആ മുതല ജോസേ, ഒരു കുടുംബത്തിലെ 6 പേരെ ഒറ്റ രാത്രി കൊണ്ട് പൈശാചികമായി കോടാലിക്ക് വെട്ടിക്കൊന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വെളുക്കുവോളം ആ ശവങ്ങൾക്ക് കാവലിരുന്ന മുതല അവനിപ്പോ സെൻട്രൽ ജയിലിലുണ്ട്. ഈ കഴിവേറി തന്നെ അവനെയും പിടിച്ചകത്താക്കിയത്. നമുക്ക് അവനെ വെച്ചൊരു കളി കളിച്ചാൽ. ആമയോ മുതലയോ ഏത് എന്തുവായാലും കൊള്ളാം, ഉടനെ പരിഹാരം ഉണ്ടാവും. സാറേ, നിശ്ചയവും കഴിഞ്ഞ ചെറുക്കനും കൂട്ടനും പോയി. അപ്പൊ നമ്മുടെ കാര്യം നടങ്ങ് ഭാസ്കര, നമുക്ക് ശരിയാക്കാൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് വയ്ക്കാം. സമയം വൈകിയപ്പോ എന്ത് പറ്റിയെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. അവരിപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അയ്യോ, ഒന്നും പറയണ്ടേ ഭായി. നേരത്തെ വരണമെന്ന് കരുതിയതാ. എന്താ ചെയ്യുക? കേന്ദ്രമന്ത്രി പാർത്ഥസാരഥിയുടെ അമ്മായിയമ്മയ്ക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ തുലാഭാരം. വടക്കുന്നത് തെക്കോട്ട് കെട്ടിയെടുക്കുമ്പം അതിർത്തി വരെ എസ്കോട്ട് നമ്മുടെ ജോലിയല്ലേ? അതും സമയത്തിന് വന്നിട്ട് പോണ്ടേ? മണ്ടാരം. അത് ശരി. സാർ വാ. സാറ് വന്നില്ല എന്നുള്ള പരാതി തീർന്നല്ലോ. സന്തോഷായില്ലേ ആരിഫ? എന്തിനാ മോളെ ആ സൗമ്യൊക്കെ കളയുന്നത്? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? വാ സാറേ, നമുക്ക് അകത്തിരിക്കാം. വരി വരി. തല പോണ കേസാ. ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. താൻ എന്തിനാണോ കിടന്ന് പറയ്ക്കുന്നത്? ഒരീച്ച ഒരു ഇതറിയില്ല. ഒരു ദിവസം മാത്രം ഒന്ന് ഇരുണ്ട് വെളുക്കുമ്പം അവനിവിടെ ഉണ്ടാകും. വെച്ചോടോ.
ഇരിക്കട്ടെ, അവൻ തിരിച്ചിവിടെ എത്തുമ്പോ ഇനിയെങ്കിലും ഇതുപോലെ സാറങ്ങനെ നിർബന്ധിക്കുമ്പോ ഒരു നിഴല് പോലും അറിയാതെ മുതലേ എന്റെ കാരണത്തിൽ വണ്ടിയിലുണ്ടാവും. ശരി സാർ. ഓക്കെ. ഓ ഒരു മുടിനാര് പോലും തെളിവിന് ബാക്കി വെക്കാതെ അവനെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് വരെ കൊക്കയിൽ കൊണ്ടുപോയി തള്ളണ. ആടോ
ഇരിക്കും. സംഭവം നടന്നിട്ടിപ്പോ എത്ര ദിവസം കഴിഞ്ഞു? താനല്ലേ ചുന്നുമോൾക്കും അനുവിനും ധൈര്യം കൊടുക്കേണ്ടത്? എനിക്കൊന്നിനും കഴിയില്ല രവിയേട്ട, ഒന്നിനും. എങ്ങനെ ജീവിക്കണമെന്ന് ഒരു രൂപമില്ല. ഓളുടെ പപ്പയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കരയാതെ മോളെ. കം ചുന്നുമോളെ. sit down. ഏയ് ഇങ്ങോട്ട് നോക്കി. എന്താ അങ്കിളിനെ കണ്ടിട്ടൊന്നും മിണ്ടാത്തെ? രവിയേട്ട, എനിക്ക് പേടിയാവുന്നു. എന്റെ മോള് എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. ഒരേ ഇരിപ്പാവള്. അച്ഛനും മോളും വലിയ അടുപ്പത്തിലായിരുന്നല്ലോ, അതിന്റെ ഷോക്കാവും. സാവകാശം അവള് ശരിയാവും. പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. പഴയതുപോലെ ജീവിതത്തിലേക്ക് വരണം. മോളെ മോളെ മോളെന്തെങ്കിലും കഴിച്ചോ? ഇതാ കുഴപ്പം. റീന ഇനി മോളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. അനു അനു വാ മോളെ, നമുക്ക് വല്ലതും കഴിക്കാം. അനുമോളെ, ചിന്നുമോൾ കൊണ്ടുപോയി എന്തെങ്കിലും ആഹാരം കൊടുക്ക. അല്ല, അനു എന്താ കോളേജിൽ പോവാത്തെ? അത് ഞാൻ ഇവരെ തനിച്ചാക്കിയിട്ട്. മോളെ, നീ കോളേജിൽ പോകാൻ തുടങ്ങിയാൽ ഈ വീടിന്റെ ഇപ്പോഴത്തെ മൂകത മാറും. അതുകൊണ്ട് മോള് നാളെ മുതൽ കോളേജിൽ പോകാൻ തുടങ്ങണം. ഓക്കെ? ചിന്നുമോൾക്ക് ആഹാരം കൊടുക്ക. മാർട്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അപകട സമയത്ത് മാർട്ടിൻ മദ്യപിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അതെ, മദ്യപിച്ചു. എന്തേ, മാർട്ടിൻ മദ്യപിക്കില്ലേ? ഇല്ല, മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്യിച്ചതാ. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. റിലാക്സ്, പ്ലീസ് റിലാക്സ്. നമുക്ക് കണ്ടുപിടിക്കാം. ഞാനല്ലേ ധൈര്യമായിരിക്കെ. ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കാതെ ഒന്ന് ഫ്രഷ് ആകുക. അപ്പോ പകുതി ആശ്വാസം ലഭിക്കും. ഇനി നമ്മൾ കാണുമ്പോ ഇങ്ങനെ ചടഞ്ഞിരിക്കരുത്. ഓക്കെ? യു ഹാവ് ടു പ്രോമിസ് മീ. കം ഓൺ, പ്രോമിസ്.